അവിടെ വെച്ചോട്ടാ. ഹായ് ഓൾ, എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ റൈഡും നമ്മൾ ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങാറുണ്ട്. കാരണം രാവിലെ ഇറങ്ങുമ്പോൾ ട്രാഫിക്കും കുറവായിരിക്കും, അതുപോലെ ചെറിയ തണുപ്പും ഗോൾഡൻ സ്കൈയും ഇതൊക്കെ കണ്ട് നൈസായിട്ട് റൈഡ് ചെയ്യാം. നമ്മുടെ അന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പാലക്കാട് കമ്പലത്തറ മിനി ഡാം എന്ന് പറഞ്ഞൊരു ലൊക്കേഷനാണ്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ലൊക്കേഷനാണ്. നമ്മുടെ കൂടെ റൈഡിന് ആലത്തൂരിൽ നിന്ന് ശ്രീരാഗൻ ലോസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ അവരെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ആലത്തൂരിൽ നിന്ന് പിന്നെ നെന്മാറ കൊല്ലംകോട് ആ റൂട്ട് എടുത്ത് ഈ ലൊക്കേഷനിലേക്ക് പോകാനാണ് പ്ലാൻ. മെയിൻ റോഡിൽ നിന്നൊക്കെ മാറി പാലക്കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയ വഴിക്ക് തന്നെ ഫുള്ള് പച്ചപ്പാണ്. രണ്ട് സൈഡും നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, രണ്ട് സൈഡും ഗ്രീനറി, ഫുള്ള് പച്ച വിരിച്ച് നിൽക്കുകയാണ്. ചെറിയ ചെറിയ വീടുകൾ, ചെറിയ അമ്പലങ്ങൾ, കുളങ്ങൾ, ഇതൊക്കെയാണ് വരുന്ന വഴിയും ഇനി പോകുന്ന വഴിയൊക്കെ ഇങ്ങനത്തെ ഉള്ള ഐറ്റംസുകളാണ്. ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് പാലക്കാട് നിൽക്കുന്നത്. കേരളത്തിൻ്റെയൊക്കെ ഗ്രാമീണ സൗന്ദര്യം നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നത് ഈ പാലക്കാടിൻ്റെ ഉള്ളിലുള്ള വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. എനിക്ക് ഇങ്ങനത്തെ വഴികളിലൂടെയൊക്കെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കാമൻ പീസ്ഫുള്ളായിരിക്കും നമ്മുടെ യാത്ര. നോയ്സും ഇല്ല, ആൾക്കാരാണെങ്കിൽ നല്ല സ്നേഹമുള്ള ആൾക്കാർ, സിറ്റിയിൽ നിന്നൊക്കെ മാറി ഫുള്ളൊരു വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനത്തെ വഴികളിലൂടെ റൈഡ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഈ വഴി പുതിയൊരു വഴി ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്, നേരെ വാൽപ്പാറയ്ക്ക്. ആ വഴിയും നല്ല അടിപൊളി ഫുൾ ടാർ ചെയ്ത് കിടിലം വഴിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ പോണതാണ് നമ്മുടെ ലോസ്റ്റ്, മിസ്റ്റർ ലോസ്റ്റ്. ഇപ്പം എൻ്റെ പേര് പോലെ തന്നെ അവനെ കാണാനേ കിട്ടില്ല. ഒരു ട്രിപ്പൊക്കെ പോയാൽ 20 ദിവസം 15 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ആൾ പിന്നെ വരുന്നത്. ഇവനെ പോലെയൊക്കെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മുടെ സാമ്പത്തികം, ജോബ്, ലീവ് ഇതൊന്നും നമ്മളെ അതിനനുവദിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒഴിവ് കിട്ടുമ്പോൾ വീക്കെൻഡ് റൈഡും ഓരോ കോർണറിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഷാപ്പുകൾ, അതുപോലെ തന്നെ ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു സൈഡ് തെങ്ങുന്തോപ്പും ഇപ്പുറത്തെ സൈഡ് പനയും, നല്ല കാഴ്ചകളും അടിപൊളിയാണ് കേട്ടോ വ്യൂ. ഈ വഴിയാണ് ഞാൻ പറഞ്ഞ പുതിയ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടാർ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വരുമ്പോൾ നൈസായിട്ട് വാൽപ്പാറ കയറുക, എന്നിട്ട് അതിരപ്പള്ളി കൂടി വന്നാലും അടിപൊളിയായിരിക്കും. ആ റൂട്ടും അടിപൊളിയായിരിക്കും. ഡാമിലേക്കുള്ള വഴി കുറച്ച് കൺഫ്യൂഷനായി. അത് കാരണം വേറെ വഴിയൊക്കെ കയറി തെങ്ങുന്തോപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നൈസായിട്ട് പോരേണ്ട വന്നു. നമ്മളങ്ങനെ ലൊക്കേഷൻ റീച്ച് ആയിട്ടുണ്ട്. പാലക്കാട് ഒരു മിനി ഡാമാണിത്. കറക്റ്റ് നെയിം വരുന്നത് കമ്പലത്തറ മിനി ഡാം. ആ ഒരു ലൊക്കേഷൻ ഇട്ടാൽ മതി. നമ്മുടെ കൂടെ ശ്രീരാഗ് ഉണ്ട്, ലോസ്റ്റ് ഉണ്ട്, ലോസ്റ്റ് അഭ്യാസം തുടങ്ങിയിട്ടുണ്ട്.
അവ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താ എനിക്ക് മനസ്സിലാവില്ലേ. ആളെന്നിട്ട് ഉദ്ദേശിച്ചേ പെറ്റ് വേണോ വേണ്ടേന്നാണ് ഉദ്ദേശിക്കുന്നത്. വീട് കഴിഞ്ഞെടുക്കാൻ കുഴപ്പമില്ല. എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. ഓ അവൻ്റെ ഫ്രണ്ട് ടയർ പോരടാ, ടയർ കിട്ടുമ്പോ. വ്യൂ നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ. നമ്മുടെ വണ്ടിയായിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇറക്കാനൊരു പേടി. നല്ല ഫുൾ ഓർഡറാണ്, നല്ല വെയിറ്റും ഉണ്ട്, നല്ല സ്ലഷ് ഉണ്ട്. വെള്ളം കയറിയിട്ട് ഇപ്പം ഇറങ്ങിപ്പോയതാണ് ഈ ഭാഗത്തു നിന്നൊക്കെ. അത് കാരണം കണ്ട ഇവിടെ, അത് കാരണം ചെളിയുണ്ട്. വണ്ടി കിടന്ന് തിരിയ ടയർ കിടന്ന്. അവൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ ഇല്ല. എൻ്റെ വണ്ടിക്ക് ഫ്രണ്ട് ടയർ ഉണ്ട്, പക്ഷെ ബാക്ക് ടയർ മുട്ട എന്താണെന്ന് അറിയില്ല. അവൻ എന്താ ഉദ്ദേശിക്കുന്നത്? വെയിറ്റ് നല്ല പോലെ ഉണ്ട്, വീഴ്ത്താണ്ടിരുന്നാ മതി. ബാക്കില്ല, ബാക്ക് ടയർ ഇല്ല, ബാക്ക് ടയർ മാറിയില്ല. അവിടെ വെച്ചോട്ടാ. നൈസ് നൈസ്. ഇങ്ങനെ 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 വെക്കുന്ന വിചാരിച്ചില്ല ഞാൻ. അവ അടുത്ത വണ്ടിയും തട്ടിയിടാൻ വരുന്നുണ്ട്. അതുമ്മ കൊണ്ട് ഇടിക്കാണ്ടിരുന്നാ മതി, അപ്പുറത്തെങ്ങാനും മാറ്റി മാറ്റി വെച്ചോളൂ. ആ പോട്ടെ പോട്ടെ, കുറച്ചും കൂടി ഫ്രണ്ടിക്ക് പോട്ടെ. അവിടെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാടാ നിന്റെ വണ്ടി കാണാ? ആ മതി 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 മതി. ആ മതി മതി മോനെ. വ്യൂ രക്ഷയില്ല, സെറ്റ്. അറ്റത്ത് കൊണ്ട് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. വ്യൂ അടിപൊളി. ഒരു ഈവനിങ്, ഒരു ഏർലി മോർണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും. വ്യൂ നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ. വണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കി നിർത്തുന്നുണ്ട്, കുറച്ച് പിക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഓ ഇത് ഇത്ര സെറ്റപ്പായ. നമ്മൾ നേരത്തെ നിന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്, വണ്ടിയൊക്കെ സ്ലൈഡായത്. അതിൻ്റെ നമ്മൾ നേരത്തെ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കുറച്ചും കൂടി തണലുള്ള കാരണം നൈസായിട്ട് വെള്ളമൊക്കെ കുടിച്ച് എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിച്ച് വർത്താനം പറഞ്ഞിരിക്കുക, കഥകളൊക്കെ പറഞ്ഞിരിക്കുക. ഫസ്റ്റ് ഞങ്ങൾ വന്ന വഴിക്ക് ഇവിടെ നിറച്ച് കൊക്കുകളായിരുന്നു, വേറെ എന്തോ തരത്തിലുള്ള കൊക്കുകൾ. അത് വന്നപ്പോഴേക്കും പറന്നു പോയി വണ്ടിയുടെ സൗണ്ട് കിട്ടി. അതിൻ്റെ വിഷ്വലി ഗോപ്രോയിൽ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്, നോക്കാം കിട്ടുമോ നോക്കട്ടെ. ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. രണ്ട് സൈഡും കൊള്ളാം, എங்கே നോക്കിയാലും ബ്യൂട്ടി, പാലക്കാടൻ ബ്യൂട്ടി. ഇങ്ങനത്തെ കുറേ ചെറിയ ചെറിയ ഡാമുകളുണ്ട് പാലക്കാട്. ഇതിപ്പോൾ ഇവനറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റി. അതുപോലെ നമുക്ക് കണക്ഷനുള്ള ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. കുറച്ച് സ്നാക്സും വെള്ളം എടുത്തത് കാരണം വേറെ എങ്ങോട്ടും പോലും. ഇവിടെ കടകളൊക്കെ കുറവാണ്. ഒരു പറഞ്ഞിക്കല്ലേ
വണ്ടിയുടെ ഗ്രാഫിക്സ് കൊള്ളാണ്. ദാറ്റ് മാൻ നൈസ് ഉണ്ട്. എങ്ങനെയുണ്ട് ഗ്രീന സ്പോട്ട് നല്ല ചില്ല് ചെയ്തിരിക്കാൻ, സ്പീഡായിട്ട് അധികം ക്രൗഡൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളത് പാലക്കാട് പലർക്കും അറിയില്ല. ചെറിയ ചെറിയ ഇങ്ങനത്തെ കുറെ ഡാമുകൾ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? കുറെ ഡാമുകളുണ്ട് ഇവിടെ, ഹിഡൻ സ്പോട്ട് കുറെ ഉണ്ട്. ഈ അറിയണവർക്ക് അറിയാം. ARM ഒക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ അത് ഇവിടെ ആ ഭാഗത്ത് ഏറം മാത്രം, ഏറമല്ല കുറെ ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓ കിടിലൻ സ്ഥലം. ഇതിപ്പോ നീ ഉള്ളതുകൊണ്ട് അറിയാൻ പറ്റി. ഇതുപോലത്തെ കുറെ സ്ഥലങ്ങളുണ്ട്. എനിക്ക് പാലക്കാട് ഫുള്ള് ഈ ഒരു നമുക്ക് എല്ലാം സെറ്റ് ചെയ്യണം. മന്ത്ലി വാ, നമുക്ക് ഓരോ സ്പോട്ട് പഠിച്ച് പിടിക്കാം. നല്ല കിടിലൻ ഏരിയ, നല്ല തെങ്ങും തോപ്പും തണലും. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ, നമ്മള് ഇരിക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂർ ഉണ്ടായി. വർത്താനൊക്കെ പറഞ്ഞ് സുഖമായിട്ടിരിക്കുക. അപ്പോ തൃശ്ശൂരുള്ളവരൊക്കെ ആണെങ്കിൽ, തൃശ്ശൂർ എറണാകുളം സൈഡുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്ലേസ് ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യാം. തീർച്ചയായും നല്ല ചില്ല് ചെയ്ത് അധികം ക്രൗഡൊന്നും ഇല്ലാണ്ട് സിറ്റിന്നൊക്കെ മാറി നിന്നിട്ട് ആ ഒരു പീസ്ഫുൾ ആണ് സെറ്റപ്പ് ആയിട്ട് ഇവിടെ നമുക്ക് എൻജോയ് ചെയ്തു. ഫോട്ടോസ് എടുക്കാനും ഒക്കെ നല്ല, എവിടെ ബൈക്ക് വെച്ച് ഫ്രെയിം ചെയ്താലും അടിപൊളി ഫ്രെയിമുകളാണ്. അതാണ് എല്ലായിടത്തും ഫ്രെയിമുകളാണ്. അപ്പോ അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇതുപോലുള്ള വീഡിയോകളായിട്ട് വീണ്ടും കാണാം. ബൈ.